പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഈ കഴിഞ്ഞ 2 ആഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൗൺസിലിങ്ങിന് സമയം കൊടുത്ത 2 കുടുംബങ്ങൾ. ഒരു കുടുംബം ഏതാണ്ട് 18 വർഷങ്ങൾ കഴിഞ്ഞ ഒരു കുടുംബം തകർന്ന് തരിപ്പണമായിരിക്കുക, വിവാഹമോചനത്തിന്റെ വക്കിൽ വന്ന് നിൽക്കുക. കഴിഞ്ഞ ചൊവ്വാഴ്ച വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് തുടങ്ങിയ കൗൺസിലിങ് 2 മണിയായപ്പോൾ ഞാൻ ചേട്ടാ നമുക്കിവിടെ നിർത്താം, ബുധനാഴ്ച വിമലഗിരിയിൽ നമുക്ക് കൗൺസിലിംഗ്, ചേട്ടൻ രാവിലെ പോര്. പിറ്റേ ദിവസം അവിടെയും തുടർന്ന്. ദൈവമക്കളെ, ഇന്ന് ആത്മാവിൽ നിന്ന് സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുക. ഈ സമയത്ത് ഇത്രയും സമയമെടുത്ത് ഈ കുടുംബത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ദൈവമക്കളെ, 18 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് ഈ ഭാര്യയ്ക്കും ഭർത്താവിനും മനസ്സിലാകാതെ പോയ ഒരു കാര്യം ഇതാണ്: ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നെന്ന് ഭാര്യയ്ക്ക് ഭാര്യ പറഞ്ഞു, ഇല്ല അയാൾ എന്നെ സ്നേഹമൊന്നുമില്ല അച്ഛാ, വെറുതെ അച്ഛാ, ചുമ്മാ കാണിക്കുന്നതാ, എന്നെ പുച്ഛവാ, എൻ്റെ വീട്ടുകാരെ കുറ്റം പറച്ചില്ല. അവൾക്ക് പറയാൻ ഒരുപാട് പരാതി. അവൻ പറഞ്ഞു, അവൻ എന്നോട് വെച്ചാ ഒരു ബഹുമാനം എന്നോട് കാണിക്കുക. മറ്റുള്ളവരുടെ മധ്യത്തിൽ വെച്ച് എന്നെ അപമാനിക്കും, വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കും. ഞാൻ പിന്നെ മാനവും നാണവും ഒക്കെ ഓർത്ത് ഞാൻ മിണ്ടാതെ നിൽക്കും. 18 വർഷങ്ങൾ മത്സരിക്കുകയാണ്. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിലിരുന്ന ഈ മക്കള് പ്രാർത്ഥിച്ചു. ഇന്ന് 3-ാം തീയതി മറ്റേ അവർ തിരിച്ചു പോവുക. ദൈവമക്കളെ, സുബോധമുണ്ടായി. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നു എന്ന സുബോധം. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഭർത്താവിലുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഭാര്യയിൽ നിറഞ്ഞുണ്ട് എന്നുള്ളൊരു ബോധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഒരു കുടുംബം കൂടി ചേർന്നിട്ടുണ്ട്. ഭാര്യ വീട് വിട്ടു പോയിട്ട് കുറച്ച് നാളായതാ. ഇന്നലെ വൈകുന്നേരം കൂടെ കൗൺസിലിംഗ് കഴിഞ്ഞു. ഇന്നലെ എൻ്റെ മുമ്പ് വെച്ച് എഴുതിയും കൂടെ വെപ്പിച്ചിട്ട് അവർ പോയിരിക്കുക. ഇന്ന് രാവിലെ അപ്പനും അമ്മയും കൊണ്ടുപോയി മോളെ വീട്ടിൽ. ഞാൻ വിവരങ്ങൾ മുഴുവൻ പറയുന്നില്ല. ദൈവമക്കളെ, സുബോധം നഷ്ടപ്പെടുക എന്നുള്ള ഒരവസ്ഥയുണ്ട്. എന്തേ പൗരോഹിത്യത്തിന് ചൂടില്ലാത്തത്? പൗരോഹിത്യത്തിന് സന്തോഷമില്ലാത്തത് എന്തുകൊണ്ടാ? അച്ഛൻ പാപിയായതുകൊണ്ട്? അല്ല, സുബോധമില്ല. പൗരോഹിത്യത്തിന്റെ പുത്രന്റെ അനുഭവത്തെ പറ്റി, അധികാരത്തെ പറ്റി, അഭിഷേകത്തെ പറ്റി സുബോധമില്ല. ജ്ഞാനത്തിന്റെ പുസ്തകം പറയുന്നു, തെറ്റ് ചെയ്യുന്നത് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. ദൈവമക്കളെ, ജ്ഞാനമില്ലാത്ത എന്തേ സിസ്റ്റർ ഇങ്ങനെയൊക്കെ ജീവിക്കണേ? സിസ്റ്ററിന് ജ്ഞാനമില്ല, സിസ്റ്ററിന് ജ്ഞാനമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കുടുംബം തകർന്നത്? എന്താ കുടുംബം തകർന്ന്? നിങ്ങൾ കാരണമൊന്നും പറയണ്ട, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരിക. അവർക്ക് ജ്ഞാനമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുബോധമുണ്ടായി, അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. ദൈവമക്കളെ, പിതാവിൻ്റെ മേശയെ പറ്റിയുള്ള സുബോധം, പിതാവിൻ്റെ മേശയെ പറ്റിയുള്ള സുബോധം. ദൈവമക്കളെ, അതുള്ളൊരു വ്യക്തിക്ക് വെറുതെ അങ്ങോട്ട് ജീവിക്കാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച, ക്രിസ്മസിൻ്റെ തലേ ചൊവ്വാഴ്ച, പുണ്യാളജൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്നോട് പറയാൻ പറഞ്ഞു: ഏതെങ്കിലും വ്യക്തി സ്വന്തം വീട്ടിലിരുന്ന് ക്രിസ്മസ് ആഘോഷിച്ചാൽ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറയേണ്ട പാപമായിട്ട് തീരും. ചുറ്റുമുള്ള ഒരു 10 പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാതെ നീ വിരുന്നുണ്ടാൽ അത് നിനക്കൊരു പാപമായി തീരും. 25-ാം തീയതി രാവിലെ ഞാൻ അങ്ങ് പോയില്ല, തിങ്കളാഴ്ചയായിരുന്നു. ഞാനവിടെ ഇരിക്കുക. ഒരു 9:30 മണി ഒക്കെ ആയപ്പോൾ, രാവിലെ ഒരു 9:30 ആയപ്പോൾ വാതിൽക്ക് ഭയങ്കരമായിട്ട് മുട്ടുന്നു. ഞാൻ വാതിൽ തുറന്നപ്പോൾ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അയാളുടെ ഭാര്യയും 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിരിക്കുക. അച്ഛാ, 10 പൊതി ഭക്ഷണമുണ്ട്, 10 ബ്രേക്ക്ഫാസ്റ്റും 10 ലഞ്ചും ഉണ്ട്. 10 ബ്രേക്ക്ഫാസ്റ്റ്, 10 അപ്പവും ഇറച്ചി, ഇത് 10 എണ്ണം.
അച്ഛാ ഇത് ചോറ്, മീന്, ഇറച്ചി, പിന്നെ കുറച്ച് തോരൻ കറി, ഇതെല്ലാം കൂടെ കൂട്ടിയുള്ളതാണ് 10 എണ്ണം. അച്ഛൻ ഇതിൻ്റെ മുകളിലൊന്ന് കൈ നീട്ടാവോ? അച്ഛൻ ഇതിനൊന്ന് ആശീർവദിക്കാവോ? ഞങ്ങൾ കൊണ്ടുപോയി അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്യാൻ പോവാം. മക്കളെ, ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പം വീണ്ടും എൻ്റെ ഫോൺ അടിക്കുക. ഞാൻ ഫോൺ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ മനുഷ്യൻ പറയാ, അച്ഛാ ഒത്തിരി നന്ദിയുണ്ട്, സ്വർഗത്തിന് ഇത്രയും സന്തോഷമുണ്ടെന്ന്, സ്വർഗത്തിന് ഇത്രയും ആനന്ദമുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട് അച്ഛാ. ദൈവമക്കളെ, അവര് വിമലഗിരിയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് നടന്നു. റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് അവർ 20 പേരെ കണ്ടു. അവർക്ക് ലഞ്ച് കൊടുക്കാനൊന്നും നേരമില്ല. ഉണ്ടായിരുന്ന 20 പൊതിയെടുത്ത് 20 പേർക്ക് കൊടുത്തിട്ട് റെയിൽവേ സ്റ്റേഷന്റെ വെളിയിലെത്തിയിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാ, അച്ഛൻ സ്വർഗം ഇത്രയും സത്യമാണെന്ന്, സ്വർഗത്തിന് ഇത്രയും മാധുര്യമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഹല്ലേലൂയാ. ദൈവമക്കളെ, പൗരോഹിത്യത്തിന്റെ കരുത്ത്, സന്യാസത്തിന്റെ കരുത്ത്, ഒരു വിശ്വാസിയായിരിക്കുന്ന അഭിഷേകം ഞാനും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. Hallelujah. How sweet is your priesthood. How tasty is your religious life. How wonderful is your family life. ജൂബിലിയാ മക്കളെ, കാഹളം മുഴക്കുന്ന ഒരു ജീവിതം, ആനന്ദം കൊണ്ട് നിറയുന്ന ഒരു ജീവിതം, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ജീവിതം. ഇതാ നോക്കിക്കേ, തിരുവചനം പറയുക, അവൻ പറഞ്ഞു, പിതാവിൻ്റെ മക്കൾ, ഈ ഒരു ചിന്ത നല്ലതാണ്. ഈ കഴിഞ്ഞ ദിവസം മരിച്ചുപോയ നമ്മുടെ അച്ഛൻ, ആകാശപ്പറവകളുടെ അപ്പൻ, അച്ഛനാ, ക്രിസ്തുവായിരുന്നു അദ്ദേഹം, ക്രിസ്തുവായിരുന്നു. തെരുവിൽ കിടക്കുന്ന മക്കളുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി തിന്നണമെങ്കിൽ അവൻ ക്രിസ്തുവായിരിക്കണം, അവൻ ക്രിസ്തുവായിരിക്കണം. ജീസസ് ഈസ് ജൂബിലി, ജീസസ് ക്രൈസ്റ്റ് ഈസ് ജൂബിലി. ക്രിസ്തുവിനേക്കാളും വലിയൊരു ജൂബിലി ഇല്ല മക്കളെ, ക്രിസ്തുവിനേക്കാളും വലിയൊരു ജൂബിലി ഇല്ല. ആ പ്രിയപ്പെട്ട അച്ഛൻ ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ വെള്ളിയാഴ്ച 40-ാം വെള്ളിയാഴ്ച അരമനെ വന്നു. ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് നടന്ന് കാലും തേഞ്ഞ് കാലിൽ നിന്ന് പൊട്ടി രക്തം ഒഴുകി വന്നിരിക്കുക. അവിടെ വന്ന് വിയർത്ത് കുളിച്ചിരിക്കുക. ദുർഗന്ധം ദേഹത്ത്, ഞാനുള്ള കാര്യം പറയുക, ദുർഗന്ധം ദേഹത്തുനിന്ന് വന്നിങ്ങനെ ഒഴുകി. അച്ഛൻ അനങ്ങാൻ പോലും വയ്യ. അവസാനം അച്ഛനെ ഞങ്ങൾ മെഡിക്കൽ സെൻ്ററിൽ കൊണ്ടേ ആക്കി. ആ പുരോഹിതൻ നടന്നു ഏതാണ്ട്, എനിക്കറിയില്ല, 40 മൈൽ, 40 കിലോമീറ്റർ, 40 കിലോമീറ്റർ. ഹീസ് ക്രൈസ്റ്റ്. വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ, അമ്മ റാണി. ആരെങ്കിലും വിളിക്കണം മക്കളെ, നമ്മൾ അങ്ങനെയൊക്കെ അമ്മ റാണി. വെറുതെ കടന്നു പോകല്ലേ ഈ ജീവിതം. നീ ഒരു ജൂബിലിയായി മാറണം. ഒരിക്കലും പൊലിയാത്ത സന്തോഷമായി, ഒരിക്കലും പൊലിയാത്ത അനുഗ്രഹമായി നീ മാറണമെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വർഗം ഒരുപാട് സുന്ദരമാണ് മക്കളെ. എത്രയോ മനുഷ്യര് വീടിൻ്റെ ഒരു വശത്തേക്ക് ഒരു ഷീറ്റ് വെച്ചിട്ട് പാവങ്ങളെ കൊണ്ടൊന്ന് താമസിപ്പിക്കുന്ന എത്രയോ പാവങ്ങൾ, സാധാരണ മനുഷ്യർ. ഒരു ഗവൺമെൻറ് ജോലി പോലും ഇല്ല, റബ്ബർ ടാപ്പിംഗ് ആ ജോലി. അവൻ്റെ വീടിന് വലിപ്പമുണ്ടെങ്കിൽ, ധനികനായ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ ഇട്ടിരിക്കുന്ന നിനക്ക് ഒരു പാവത്തിന് ഒരു കൂട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ you will never ever become a jubilee. ആകണം മക്കളെ, ആയേ പറ്റൂ. ഇല്ലെങ്കിൽ തോറ്റുപോകും നമ്മള്. ഈ ജീവിതം തോറ്റുപോകും. ഈ അണിയലും ഒരുക്കവും ഇതെല്ലാം കെട്ടുപോകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. സത്യം അതാ മക്കളെ. കുർബാനയുടെ മുമ്പിൽ പന്നിക്ക് തിന്നുന്ന ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ നമ്മൾ. മാലാഖമാർക്ക് കഴിക്കാൻ കൊടുക്കുന്ന അപ്പമെടുത്ത് തമ്പുരാൻ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി നീറ്റുമ്പോൾ ഞാനും നിങ്ങളും ഓടുന്നത്, പന്നി തിന്നുന്ന തവിട് തിന്നാൽ നീ പന്നിയായിട്ടേ മാറത്തുള്ളൂ. മാലാഖമാര് തിന്നുന്ന അപ്പം തിന്നാ നീ മാലാഖയായിട്ട് മാറും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം കേട്ടോ. അപ്പോൾ അവന് സുബോധമുണ്ടായി. എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. നോക്കിക്കേ മക്കളെ, ഞാൻ എഴുന്നേറ്റ്. ചാലഞ്ച് മക്കളെ, ഒരു വെല്ലുവിളിയുണ്ട് ഈ രാത്രിക്ക്. പുരോഹിതനായി ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കണം. എൻ്റെ സുരക്ഷിത ഇടത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റേ പറ്റൂ. തീർത്ഥാടന കേന്ദ്രത്തില് കൗൺസിലിങ്ങിന് മക്കൾ വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ വല്ലാതെ കുറ്റബോധം കൊണ്ട് പൊളയാറുണ്ട്. രാത്രി കിടന്ന് ഉറക്കം കിട്ടാറില്ല. ചിലപ്പോ ഇത് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റു, കുറച്ച് നേരത്തെ എഴുന്നേറ്റു, എനിക്കറിയില്ല. ആരാണ്ട് എങ്ങാണ്ടിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ടായിരുന്നായിരിക്കാം. ഇതെച്ചാൽ പരിത്രാണെ പ്രസംഗിക്കാൻ പോവല്ലേ. ആരാണ് ഏതോ പാവ അമ്മച്ചിമാര് മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങിയാണ് വെളുപ്പാങ്കാലത്ത്. ഇന്നലെ ഒത്തിരി ക്ഷീണിച്ചാ ഞാൻ കിടന്നത്. വെളുപ്പാങ്കാലത്ത് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ തീയ് ഈ ഭൂമി വീണിട്ടുണ്ട് മക്കളെ. ഇന്ന് ഈ കാലഘട്ടത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. സ്വർഗത്തിന്റെ തീയ് ഈ ഭൂമി വീണിട്ടുണ്ട്. അത് ചില ആശ്രമങ്ങളിൽ വീണിട്ടുണ്ട്, ചില മഠങ്ങളിൽ വീണിട്ടുണ്ട്, ചില കുടുംബങ്ങളിൽ വീണിട്ടുണ്ട്. സ്വർഗത്തിന്റെ തീയ് കൊണ്ട് വെറുതെ ഒന്നും നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. സ്വർഗത്തിന്റെ തീ ഉള്ളി വീണ് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാതിരിക്കാൻ പറ്റില്ലല്ലോ. എഴുന്നേക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, നോയമ്പെടുക്കണം, ത്യാഗം അനുഭവിക്കണം, ദൈവത്തെ ആരാധിക്കണം, വിശ്രമം മാറ്റിവെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പിതാവ്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക്. ദൈവമക്കളെ, ജൂബിലിയുടെ അനുഭവത്തെ പറ്റി ഇറ്റ് ഈസ് ആൻ എൻകൗണ്ടർ, ഒരു കണ്ടുമുട്ടല. ഇന്ന് ഇരിക്കണം നിങ്ങൾ. അച്ഛൻ പറഞ്ഞതൊക്കെ മറക്കുക. കുർബാനയുടെ മുമ്പിൽ വെറുതെ ഇരിക്കണം. ഞാനിരിക്കാം, നിങ്ങളിരിക്കാമെങ്കിൽ വെറുതെ ഇരുന്ന്, കർത്താവ് നീ എന്നിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നത്? എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഒരുപാട് അൽമായരായി കൂട്ടത്തിലിരിക്കുന്നത്. ഒരു പുരോഹിതനേക്കാളും 10 ഇരട്ടി ശുശ്രൂഷിക്കുന്ന അൽമായർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് മക്കളെ. ഒരു പുരോഹിതൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, ഒരു പുരോഹിതൻ ത്യാഗം അനുഭവിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി തീഷ്ണതയോടെ ജീവിക്കുന്ന ആത്മായ ശുശ്രൂഷയുടെ ഒരു കാലഘട്ടമാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കൾ, ഈ ഒരു തീഷ്ണ ഇത് പിതാവിനെ കണ്ടുമുട്ടണം. പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. നിന്റെ ദാസനായിട്ട് എന്നെ സ്വീകരിച്ചാലും. അടുത്ത വാക്യങ്ങൾ നോക്കിക്കുക ദൈവമക്കളെ. അവൻ എഴുന്നേറ്റു. മേക്ക് എ ഡിസിഷൻ ടു നൈറ്റ്. അവൻ എഴുന്നേറ്റു. എഴുന്നേക്കണം മക്കളെ. നിന്റെ സൗകര്യങ്ങളിൽ നിന്ന്, നിന്റെ സുഖങ്ങളിൽ നിന്ന്, നിന്റെ സംരക്ഷണത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റു. കഴിഞ്ഞ വിമലേരി തിരുനാളിന് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന സംഭവം. ഞാൻ വികാരികളൊക്കെ ആയിട്ട് ഇങ്ങനെ അരമനയിലൊക്കെ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ വിമലഗിരി തിരുനാളിന് ആ മലയുടെ ചുവട്ടിലുള്ള കുറച്ചധികം കുടുംബങ്ങളിൽ ഞാൻ പോയി. ഒരു 100 കുടുംബങ്ങളെങ്കിലും തീർത്തും ദാരിദ്ര്യത്തിൽ. തമിഴ് മക്കളാണ് കൂടുതൽ താഴെ ഒരു ഭാഗത്ത് താമസിക്കുന്നത്. ഞാൻ ആ വീടുകളിലൊക്കെ കയറി. വെറുതെ ഒരു ചാക്ക് വിരിച്ചിട്ട് അതിന് മുകളിൽ കിടക്കുന്ന മനുഷ്യർ, ദാരിദ്ര്യം മണക്കുന്ന വീടുകൾ, കഷ്ടപ്പാടൊഴുകുന്ന വീടുകൾ. ഞാൻ ആ വീടുകളിലൊക്കെ ചെന്നു. അവരെയൊക്കെ കാണും. ഞാൻ കുറച്ചധികം വീടുകൾ അങ്ങ് വിസിറ്റ് ചെയ്തു. ഞങ്ങളച്ഛന്മാരും കുറച്ച് ശുശ്രൂഷകരും ഒക്കെ കൂടി ഞങ്ങൾ ആ ഏരിയയിലുള്ള വീടുകൾ മുഴുവൻ കയറി കൈകൂപ്പി പറഞ്ഞു, മാതാവിൻ്റെ പെരുന്നാളാണ് കേട്ടോ, നിങ്ങളെ ക്ഷണിക്കാൻ വന്നതാ, നിങ്ങളെല്ലാവരും വരണം, നിങ്ങളെല്ലാം വന്ന് പ്രാർത്ഥിക്കണം. ദൈവമക്കൾ, അവരൊക്കെ മുമ്പിൽ കൈകൂപ്പി നിന്നു. ചിലർ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാച്ചാ, ചിലർ വന്ന് തലയെ തുടച്ചാ. ഇതുമൊക്കെ ചെയ്ത് കയറി വന്ന ദൈവമക്കളെ ഒരുപാട് വിഷമിക്കുന്നവർ. അപ്പോൾ ചിലരിങ്ങനെ പൈസ എടുക്കും. ഞാൻ പറഞ്ഞു, ചേട്ടാ പൈസയ്ക്ക് വന്നതല്ല. അപ്പോൾ മറ്റു മതക്കാരൊക്കെയാണ് അവർ പെട്ടെന്ന് സംഭാവന. ഞാൻ സംഭാവനയ്ക്ക് വന്നതല്ല, ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ക്ഷണിക്കാൻ വന്നതാ. നിങ്ങളെല്ലാവരും പറഞ്ഞത് ഇവരൊക്കെ അവിടെ ഉള്ളവരാണല്ലോ. ദൈവമക്കളെ, രൂപതയുടെ കത്തീഡ്രലിലെ ചരിത്രത്തിൽ ഇത്രയും ദൈവമക്കൾ കിടന്നു. ഞാൻ വൈകുന്നേരമായപ്പോൾ കണ്ടു. ഇങ്ങനല്ല, തിങ്ങി നിറഞ്ഞ് കത്തീഡ്രലിൽ ഒരു 10:30 മണിക്ക് മനുഷ്യരിയ്ക്കുക. 10:30 മണിക്ക് മനുഷ്യർ പള്ളിക്കകത്തേക്ക് തിങ്ങി നിറഞ്ഞ് മുട്ടി എന്തോ കൺവെൻഷൻ നടക്കാൻ പോകുന്ന പോലെ ആളുകളിരുന്ന് പ്രാർത്ഥിക്കുക. ഈ വന്നിരിക്കുന്നതൊക്കെ ഈ പാപങ്ങളാ, ഈ കഷ്ടപ്പെടുന്ന മക്കള്, വേദനിക്കുന്ന മക്കള്. നീ എഴുന്നേക്കണം. നിന്റെ സീറ്റ് മാറ്റി വെക്കണം. ദൈവ പൈതല്, നീ ഇരിക്കുന്ന സീറ്റുകൾ മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. അതേ മക്കളെ, ഇന്നൊന്ന് ഷിഫ്റ്റ് ചെയ്തേ. എന്ത് പ്രശ്നം വന്നാലും ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക്. ഞാൻ കൺവെൻഷന് മുമ്പ് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്നലെ തൊണ്ടയില്ലായിരുന്നു, സ്വരവും ഇല്ല, തുപ്പിക്കഴിഞ്ഞ് ചോരയാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ യേശുവേ, ഡോക്ടർമാർ എന്നോട് വോയിസ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല കർത്താവേ, എനിക്ക് നീ മതി. വചനം പറഞ്ഞിട്ട് ചത്താ ചാകട്ടെ കർത്താവേ, വചനം പറഞ്ഞ് സ്വരം പോകുന്നെങ്കിൽ പോകട്ടെ കർത്താവ്. എന്നെ ഒരുപാട് പേര് വഴക്ക് പറയുന്നൊരു വിഷയമാണ്. അച്ഛനെ കിടന്ന് വെച്ചാൽ നിങ്ങൾക്കും തോന്നി, ഈ അച്ഛൻ എന്തിനാ കിടന്ന് ഭ്രാന്ത് കാണിക്കണേ? കർത്താവ് എനിക്ക് ഭ്രാന്താ, കർത്താവിന്റെ വചനം എനിക്ക് ഭ്രാന്താ, കർത്താവിന്റെ സ്നേഹം എനിക്ക് ഭ്രാന്താ. പോയാ പോട്ടെ, അവൻ തന്നതല്ലേ ഇതൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിനെ പോയി കെട്ടിപ്പിടിക്കണം മക്കളെ. എല്ലാം മറക്കാൻ കഴിയുന്നവൻ, എല്ലാം പൊറുക്കാൻ കഴിയുന്നവൻ, എല്ലാം ക്ഷമിക്കാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ. അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചാ മതി, നിന്റെ സകല മാലിന്യവും കാണും. ഈ ഇത് പറഞ്ഞില്ലേ, ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം പറഞ്ഞില്ലേ, നീ വിശുദ്ധീകരിക്കുക. നീ എങ്ങനെയാ വിശുദ്ധീകരിക്കുന്നത്? അവനെ കെട്ടിപ്പിടിച്ച് കിടന്ന് just hold on to him, just cling to him. തൂങ്ങിക്കിടക്കുക കർത്താവിന്റെ മോളിൽ തൂങ്ങിക്കിടക്കുക, വിടാതെ തൂങ്ങിക്കിടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. പിതാവിനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും അങ്ങേക്ക് നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ മകൻ എഴുന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കലേക്ക് ചെന്നു. ഇനി പിതാവ് ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ നമ്മൾ വായിക്കുക. ദൈവമക്കൾ അത് മാത്രമാക്കിയെല്ലാം മറന്നു. ഇനി പറയുന്ന 5 കാര്യങ്ങൾ ഈ രാത്രിയിൽ സംഭവിക്കുക. പിതാവിൻ്റെ അടുക്കലേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. He saw him at a far distance. ദൂരെ വെച്ച് തന്നെ. ദൈവ പൈതലെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നവർ ഇവിടെ ഇരിപ്പണമെന്ന് പരിശുദ്ധാത്മാവ് ഈ പാവപ്പെട്ടവന് മനസ്സിലാക്കി വെളിപ്പെടുത്തി തരുന്നുണ്ട്. പിതാവ് കാണുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് നിന്റെ മനസ്സിലൊരു ആത്മീയ ആഗ്രഹം ഉണരുന്നുണ്ടെങ്കിൽ ദൈവം അത് അനുഗ്രഹിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവ് കാണുന്നു. പ്രധാനപ്പെട്ട കാര്യം അതാ മക്കളെ. ദൈവം എന്നെ ഒന്ന് കാണട്ടെ. ചിലപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നൊരു ദൈവമേ, എനിക്കറിയില്ല എന്താ പ്രാർത്ഥിക്കണ്ടേന്ന്, എന്നാ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം പറയാൻ പോവാ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ പോവാ. നിനക്ക് ഇഷ്ടമുണ്ട് തന്നാ മതി. നിനക്ക് എന്നെ പറ്റിയുള്ള പദ്ധതി ഇതാണെങ്കിൽ തന്നാ മതി, ഇല്ലെങ്കിൽ വേണ്ട. നീ ഇതെനിക്ക് തരാൻ വെച്ചിട്ടുണ്ട്, തന്നാ മതി. ഞാൻ ചോദിച്ചത് കൊണ്ട് നീ എനിക്കിത് തരണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നെന്ന്, എൻ്റെ അപ്പാ പിതാവ് എന്നെ സ്നേഹിക്കുന്നെന്ന് എനിക്കറിയാം. അവൻ കാണുന്നു മക്കളെ. ഇന്ന് ഈ കൂടാരത്തിൽ ഈ തിരുസന്നിധിയിൽ ഇരിക്കുമ്പോൾ God sees you. അവൻ കാണുന്ന വെറുതെ ഒരു കാണിച്ചല്ല, നിന്റെ വേഷമല്ല അവൻ കാണുന്നത്, നിന്റെ ഹൃദയം. നിന്റെ ഹൃദയം അവൻ കാണുന്നു, നിന്റെ വേദന അവൻ കാണുന്നു, നിന്റെ ദുഃഖം അവൻ കാണുന്നു. പുറപ്പാടിന്റെ പുസ്തകം പറയുന്നില്ലേ, I've seen the trouble of my people. അവൻ കണ്ടാൽ പോലെ. ദൈവമക്കൾ, നിങ്ങൾ ഭാഗ്യമുള്ളവരാ. അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നുകൊണ്ടോ പരിത്രാണ കൺവെൻഷന് വന്നുകൊണ്ട് ഞാൻ പറയല, നിങ്ങൾ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്ന് ദൈവത്തിന് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല. ഇതാ അവൻ എഴുന്നേറ്റ്, പിതാവ് ദൂരെ വെച്ച് തന്നെ അവനെ കണ്ടു. അവൻ അടുത്ത വാക്ക് ഗ്രീക്കിൽ നമ്മൾ കാണുന്നത് അവൻ മനസ്സലിഞ്ഞു. കർത്താവിന് എന്നോട് ഇപ്പം മനസ്സലിവുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു ബോധമില്ലാതെ നടക്കുന്നൊരച്ഛൻ, എല്ലാം ചുമ്മാ വിശ്വസിച്ച് എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു പിടുത്തവും ഇല്ല. അവന് വട്ട എന്നെ പറ്റി. ദൈവമക്കളൊന്ന് ആലോചിച്ചേ, if somebody is crazy about you, can you forget that person? നിന്നെപ്പറ്റി പാന്ത് പിടിച്ചു വരുത്താൻ നിനക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? നിന്നെ വല്ലാതെ അങ്ങോട്ട് സ്നേഹിക്കുക. ചില മനുഷ്യരങ്ങനെയല്ലേ, ചില മനുഷ്യരങ്ങനെ വെറുതെ സ്നേഹിക്കുക. പുണ്യാളച്ചന് തീർത്ഥാടന കേന്ദ്രത്തെ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ഒരു ഭാഗ്യം അതാ, വെറുതെ അങ്ങോട്ട് സ്നേഹിക്കുക. മനുഷ്യർ ദൈവത്തെ പോലെ അങ്ങോട്ട് സ്നേഹിക്കുക. ഒന്നും അല്ലല്ലോ, വെറും ബലഹീനനാണല്ലോ. ഒരു മനുഷ്യന് ഒരു ദിവസം എനിക്കെവിടെ പോകണമായിരുന്നു, വണ്ടിയില്ലായിരുന്നു.
വണ്ടി ഇയാളുടെ പെട്രോളൊക്കെ അടിച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് ഏതാണ്ട് ഒരു 5-6 മണിക്കൂർ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഈ മനുഷ്യൻ എന്നോട് പോയി, എൻ്റെ അച്ഛാ എൻ്റെ ഒരു ഭാഗ്യമല്ലേ. ഞാൻ ചേട്ടാ ഞാൻ വണ്ടി കൊണ്ട് പൊക്കോളായിരുന്നല്ലോ, ഞാൻ ഡ്രൈവറേയും കൂട്ടി പൊക്കോളായിരുന്നല്ലോ. ഈ മനുഷ്യൻ ഒരു വലിയ ഒരു 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 കമ്പനിയുടെയൊക്കെ ഓണറാണ് ഈ മനുഷ്യൻ. 1 മണിക്കൂർ അവിടുന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. ഇയാൾ വരുന്നത് എൻ്റെ ഡ്രൈവറായിട്ട്. ഇയാൾ എന്നോട് പറയും, എൻ്റെ അച്ഛാ എൻ്റെ ഒരു ഭാഗ്യമല്ലേ അച്ഛാ, എൻ്റെ ഒരു ഭാഗ്യമല്ല. ദൈവമക്കളെ, ഇതുപോലെ തമ്പുരാൻ കർത്താവിന് നിന്നോട് അലിവുണ്ടാവും, നിന്നോട് മനസ്സലിവ് തോന്നുന്നത് നിന്റെ ദൈവത്തില്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുവചനം തുടരുക. അവൻ്റെ മനസ്സലിഞ്ഞു. രണ്ടാമത്തെ വാക്കത് പിതാവ് കണ്ടു, പിതാവിൻ്റെ മനസ്സലിഞ്ഞു. അടുത്ത വാക്ക് അവൻ ഓടിച്ചെന്നു. കർത്താവ് ഓടി വരുന്നൊരു അനുഭവമുണ്ട് മക്കളെ. അങ്ങനെ ഓടാവോ ഒരപ്പൻ? യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു മച്ചോ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ഓടുകയാണെങ്കിൽ നിങ്ങൾ അല്ലെ ഞാൻ എന്നെ വിട്. ഇപ്പം നമ്മുടെ മെത്രാനച്ചൻ വന്നു, നമ്മുടെ സെബാസ്റ്റ്യൻ പിതാവ് ഇങ്ങോട്ട് കയറി വരുന്നു. പിതാവ് ഇവിടുന്ന് ഒരു ഓട്ടം ഓടിയാലും നമ്മൾ എന്ത് പറ്റി പിതാവിന്? ഓടുക എന്നുള്ളത് ഒരു സാധാരണ മര്യാദയോ സാധാരണ രീതിയോ അല്ല. നിന്റെ ദൈവം സാധാരണ രീതികളെ അതിലംഘിക്കുന്ന ഒരു ദൈവമാ. അതേ മക്കളെ, അങ്ങനെ ദൈവം സാധാരണ. നീ വിചാരിക്കുന്നുണ്ട്, കർത്താവേ ഞാൻ ഈ പാപം ചെയ്തതാ, ഞാൻ ഈ തെറ്റ് ചെയ്തതാ, എനിക്ക് ഈ വീഴ്ച വന്നതാ, ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചെയ്തതാ, അതുകൊണ്ട് അങ്ങനല്ല ദൈവം. അപ്പൻ ഓടുക. പ്രായമായ അപ്പൻ ഇരുന്ന കസേരന്ന് ഇറങ്ങി ഓടുക. ദൈവമക്കളെ, കർത്താവ് പെട്ടെന്ന് നിന്നെ പിടിക്കണം. നീ കുഞ്ഞ് വീഴാൻ പോകുമ്പോ അമ്മ ഓടിച്ചെന്ന് കോരിയെടുക്കില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം ഇതാണ്, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അടുത്ത അനുഭവം ഇതാ ദൈവമക്കളെ. അവൻ നമ്മളെ കെട്ടിപ്പിടിക്കുന്ന അനുഭവം. മകനാകുന്ന രീതികളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെട്ടിപ്പിടി, അവൻ ചേർത്ത് പിടിക്കുക. ആരെയാ നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്നവരെ? ഇതാ തമ്പുരാൻ കർത്താവ്, പിതാവായ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുക. ഈ പൗരോഹിത്യത്തിന്റെ നിറവ് കർത്താവ് കെട്ടിപ്പിടിച്ചിരിക്കുന്നതാ. ഹല്ലേലൂയ. ദൈവമൈതലേ, നിന്റെ നിറവ് ഇതായിരിക്കണം, നിന്റെ ജീവിതം ഇതായിരിക്കണം. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പുണ്യാളച്ചൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്നൊരു കുട്ടിയുണ്ട്. അവൾക്കൊരു 13 വയസ്സെങ്കിലുമുണ്ട്, 13-14 വലിയ കൊച്ച്, ഒരു 5 അടി പൊക്കമെങ്കിലും ഉണ്ട് കൊച്ചിന്. അപ്പനെ എടുത്തുകൊണ്ടാണ് വന്നുകൊണ്ട് കാലിങ്ങനെ വളഞ്ഞിരുന്ന്, മെൻ്റലി ചലഞ്ചഡാ, തലച്ചോറൊന്നും ശരിയല്ല, ഒത്തിരി ഹൈപ്പർ ആക്റ്റീവാണ്, ഒച്ചടിക്കും, കൈയെല്ലാം ഇവിടെ കടിച്ച് ഇവിടെ മുഴുവൻ തഴമ്പ, ഇങ്ങനെ കൈ ഉരുട്ടി അതെല്ലാം തഴമ്പ, എപ്പോഴും ഇങ്ങനെ കടിക്കും, വായി ഇങ്ങനെ വലിച്ചു കയറും. അങ്ങനെ ഒരു കൊച്ച് ദൂരെയാണ് അവർ വരുന്നത്. ഒരു 5 ആഴ്ച മുമ്പ് ഇവർ ആദ്യം ഭയങ്കര വയലൻ്റാണ്. പള്ളി ഈശോ കുരിശ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ വയലൻ്റായി കൊച്ച്. ഈ കൊച്ചിനെയും കൊണ്ട് ഈ അപ്പനും അമ്മയും കൂടെ വന്നിരിക്കുക, ദൂരെ നിന്ന് കൊണ്ടുവന്നിരിക്കുക. അങ്ങനെ വന്നു. ഇവർ വന്ന ആദ്യ ദിവസം പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് തന്ന സന്ദേശം ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ കുഞ്ഞ് സുഖപ്പെടുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, നിങ്ങൾ പാപം ഉപേക്ഷിക്കുക, നിങ്ങൾ യേശു കർത്താവിൻ്റെ രക്ഷകനുമാണെന്ന് വിശ്വസിക്കുക. ഈ ദൈവത്തിന് നിങ്ങളെ സുഖപ്പെടുത്താൻ പറ്റുമെന്ന് അറിയുക. പിന്നെ ഞാൻ അവിടുത്തെ പ്രാർത്ഥന പുസ്തകത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തോളാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ 5-ാമത്തെ ആഴ്ചയാണ്. ദൈവമക്കളെ, കാലിങ്ങനെ വളഞ്ഞിരുന്ന കൊച്ച്, അതിന് 3 ആഴ്ച മുമ്പാണ് സംഭവം പറയാം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു, കൊച്ചു ഒരിക്കലും കിടക്കുക. ഈ കൊച്ചു പിടിച്ചത് ഈ കൊച്ചിനെ ഒന്ന് പിടിച്ച് നിർത്താൻ പറഞ്ഞു. ഇങ്ങനെ ഇരുന്ന ആ കാല് പതുക്കെ നിവർന്നു. ഞാൻ പറഞ്ഞു നിർത്താൻ പറഞ്ഞു കൊച്ചിനെ. കൊച്ച് നിലത്ത് ചവിട്ടി നിൽക്കുക. കരങ്ങളടിച്ച് കർത്താവിന് മാത്രം കൊടുക്കാമോ? ദൈവമക്കളെ, കഴിഞ്ഞ ആഴ്ച അതിൻ്റെ അമ്മ പറയുക, അച്ഛനെ കാണുന്നവരെ ഈ സാക്രിസ്റ്റിയുടെ വെളിയിൽ ഈ കൊച്ച് നിൽക്കുകയായിരുന്നു. ഈ കൊച്ച് ഭയങ്കര വയലൻ്റ്. രാത്രിയിലൊക്കെ ഈ മനുഷ്യൻ പറയുന്നതാണ്, ഒരു ചെറിയ പൊസഷൻ പോലത്തെ രീതിയാണ്. കട്ടിലേന്ന് പൊങ്ങിയാൽ മോളിൽ ചെന്ന് മുട്ടിയിട്ട് താഴെ വരും. ബോള് പൊങ്ങുന്ന പോലെ മുകളിലോട്ട് പൊങ്ങും. ഇവരുടെ കൂടെയാണ് കിടക്കുന്നത്. ഈ കൊച്ച് മുകളിലോട്ട് പൊങ്ങിയിട്ട് താഴ്മിക്കുവാൻ താഴെ വീഴും. അങ്ങനെ എപ്പോഴും മുറിവും ചെലവാണ്. കഴിഞ്ഞ 5 ആഴ്ചയായിട്ട് ഈ കൊച്ചിന് യാതൊരു പ്രശ്നവുമില്ല. സ്വസ്ഥമായിട്ട് കുറച്ച് വെള്ളം വെഞ്ചരിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നെ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തി പഠിപ്പിച്ചത് ബൈബിൾ ഡിക്ഷണറി അല്ല. എന്നെ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തി പഠിപ്പിച്ചത് മറ്റൊന്നുമല്ല. എന്നെ ദൈവത്തിന് ശക്തി പഠിപ്പിച്ചത് സാധാരണ എന്തു പറയാനാ, വെഞ്ചരിച്ച വെള്ളത്തിന് എന്താ? ഇവനോട് ചോദിച്ച ചോദ്യമാണ്. കൊണ്ടേ അറിയത്തുള്ളച്ചാ,
കൊണ്ടേ അറിയത്തുള്ളൂ.